പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് ചില ചാനലുകളിൽ വാർത്ത പുറത്തുവിട്ടു. ഞങ്ങൾ ഇതിന്റെ അകത്ത് നടത്തിയ ചർച്ച അതിലൊരിടത്ത് പോലും ഞാൻ പരാമർശിക്കാത്ത കാര്യങ്ങൾ ഇവിടെ പുറത്തു വന്നു. അതാരാണ് നിങ്ങൾക്ക് ചോർത്തി തന്നതെന്ന് അറിയില്ല. അത് ചോർത്തി തന്നത് ആരാണെങ്കിലും സംഭവം ഇതിന്റെ അകത്തില്ലാത്തവരാണ്. കാരണം തൃശ്ശൂര് തുടക്കം മുതൽ ഇലക്ഷൻ കഴിയുന്നവരെ പാർട്ടി മുന്നണി ഒറ്റക്കെട്ടായി നിന്നു. ഞാൻ അന്ന് പറഞ്ഞത് ചിലയിടങ്ങളിൽ BJPക്ക് CPM വോട്ട് മറച്ചു. ഞാൻ തുടക്കം തന്നെ അന്തർധാരയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ അന്തർധാര നടപ്പാക്കാൻ 2 നിയോജകമണ്ഡലങ്ങളാണ് തെരഞ്ഞെടുത്തതെങ്കിലും അതിനെ അതിജീവിച്ച് ഞങ്ങൾ 50,000-ൽ പരം വോട്ടിന് ജയിക്കും എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ടുണ്ട്. സ്ഥാനമൊഴിയാൻ തയ്യാറായ ശ്രീ TN പ്രതാപനും DCC പ്രസിഡന്റ് ജോസ് വള്ളൂരൊക്കെ ഉൾപ്പെടെ UDFന്റെ മുഴുവൻ ഘടകങ്ങളും ഒത്തൊരുമിച്ച് ഇലക്ഷൻ നിന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് പുറത്തു വന്നൊരു തെറ്റായ വാർത്ത. കാരണം വിജയം പ്രതീക്ഷിച്ച് നിൽക്കുന്ന പ്രവർത്തകരിൽ ഒരു നിരാശയുണ്ടാക്കുന്ന രീതിയിൽ ചില വാർത്തകൾ ഇവിടുന്ന് പുറത്തു വന്നു. അത് സംഭവിക്കാത്ത കാര്യമാണ്. UDF ഒറ്റക്കെട്ടായി നിന്നിട്ടാണ് ഇലക്ഷനെ ഞങ്ങൾ നേരിട്ടത്. 100% ഞങ്ങൾ ജയിക്കും. ഇവിടെ ശ്രീ സുനിൽകുമാറാണ് പറഞ്ഞത് പരാജയ ഭീതി എന്ന്. തെരഞ്ഞെടുപ്പിൽ വിജയവും പരാജയവും ഉണ്ടാവും. പരാജയ ഭീതി എന്ന് പറയാൻ സുനിൽകുമാർ പറയാൻ ഇതുവരെ അദ്ദേഹം തോറ്റിട്ടില്ല. അപ്പോൾ അടുത്ത ജൂൺ 4 ഈ നേരത്ത് പരാജയം ഒരു ഭീതിയല്ല എന്ന് സുനിൽകുമാറിന് മനസ്സിലാവും. അത്രയും പറയും.